ഉമ്മൻചാണ്ടിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സമ്മിശ്ര പ്രതികരണം എന്റെ മനസ്സിലുള്ളത്. ഞാൻ ചേട്ടാ എന്ന് മാത്രമേ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ. എന്നോട് സ്നേഹത്തെ ജോർജ് എന്നെ ഒരു അനിയനെ എന്നെ കണ്ടുകൊണ്ടാണ് എന്നോട് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയിട്ട് പോലും അദ്ദേഹം എന്നോട് ഒരു വിരോധം കാണിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരെണ്ണ ആ മനുഷ്യന്റെ സ്വഭാവം അറിയാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എന്റെ ഒരനുഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ദിവസം നമ്മുടെ സെക്രട്ടറിയേറ്റ് ചെല്ലുക. അത് ഇങ്ങേ അറ്റത്താണല്ലോ 3 നിലയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് 3-ാം നിലയില. ഞാൻ ആ ലിഫ്റ്റ് കയറാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കയറിയ ഉടനെ പോലീസുകാരൊക്കെ ഉണ്ട്. ബെല്ലടിക്കുന്നു, ലിഫ്റ്റ് ഔട്ട് വരിക. ഞാൻ ബെല്ലടിക്കുന്നത് അപ്പൊ പോലീസുകാരോട് നിൽക്കുക. ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു 10-30 വയസ്സുകൊണ്ടില്ല, 30 ആണോന്ന് എനിക്കൊരു സംശയം, കൈയും കാലും തളഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ ഈ ലിഫ്റ്റിന് അടുത്ത്. ഞാൻ അവരെ കണ്ടു. എന്താന്ന് ഞാൻ ചോദിച്ചില്ല. അതിനിപ്പുറം മുഖ്യമന്ത്രി അല്ല, ഈ ലിഫ്റ്റ് താഴോട്ട് വന്നു. താഴോട്ട് വന്ന് ഞാൻ നോക്കിയപ്പോ അതിന് ഇറങ്ങി വന്നു ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. വന്ന വഴി അദ്ദേഹം ഈ കൊച്ചിനെ കോരി അങ്ങ് എടുത്തോണ്ട് നേരെ ലിഫ്റ്റിനകത്തോട്ട് കയറി. ഞാനും കൂട്ടത്തിൽ കയറി. എന്നെ കേട്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല, പറയാഞ്ഞു പറയുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോ നേരെ മുഖ്യമന്ത്രി ഓഫീസിലോട്ട് ഈ കൊച്ചിനെ കൊണ്ട് പുള്ളി പോവുക. ആരും തൊടാൻ സംബന്ധിച്ച് പുള്ളി തന്നെ എടുത്തിരിക്കുക കൊച്ചിനെ. ഞാൻ മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ട് വെച്ചപ്പോ ഞാനും അവിടെ കൂട്ടത്തിൽ കയറി ചെന്ന് നിൽക്കുമ്പോ തൊട്ടടുത്ത് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടാ എന്നാ എനിക്ക് മനസ്സിലായില്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് ഈ കുഞ്ഞിന്റെ അമ്മയായി നിൽക്കുന്നത്. ആ കൊച്ചിന് എന്നെ കാണാൻ ആഗ്രഹം, പക്ഷെ ലിഫ്റ്റ് ഞാൻ കയറ്റിയല്ല, കയറാനും വരാം. അതുകൊണ്ട് താഴെ നിന്ന് പോയി നീ അമ്മ വന്ന് പറയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങിച്ചെന്ന് ആ കൊച്ചിന് ഇവിടെ കൊണ്ടുവന്നേ. അതുകൊണ്ടാവുന്നത്. ആ കൊച്ചിന്റെ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മുഴുവൻ അപ്പ തന്നെ ഓർഡറാക്കി കൊടുത്തു എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും. പിന്നെ വീണ്ടും എപ്പോഴും പുള്ളി അന്വേഷിച്ചിട്ടുണ്ട് കുഞ്ഞിനെ. ഇത് അദ്ദേഹത്തിന്റെ മനുഷ്യമുഖം ബോധ്യമാക്കുന്ന ഒരു സംഭവമായി എന്റെ കണ്ടുകൊണ്ട് കണ്ട കാര്യം. ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹമായിട്ട് ഇണങ്ങി പിണങ്ങി ജീവിച്ചിട്ടുണ്ട്. പിണങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിണങ്ങിയ തെറ്റായിട്ട് ഞാൻ ഇപ്പോഴും എഴുതുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പം ഒരു സ്ത്രീ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോഴും ആ സ്ത്രീ അവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്ത്രീ ശരിയല്ല, സൂക്ഷിക്കണം. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കണ്ടേ. പക്ഷെ ആ സ്ത്രീ ഒരു ദിവസം വന്ന് എന്നോട് പറയുന്നു, ഉമ്മൻചാണ്ടിയായിട്ട് ഇങ്ങനെ ബന്ധമുണ്ട്. എന്റെ തെളിവുകളൊക്കെയാ പറയുന്നത്. എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ വളരെ ശക്തമായി ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്രയും പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ എന്നിട്ട് എതിർക്കാൻ തീരുമാനിച്ചു. ആ സ്ത്രീ പറഞ്ഞ മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ട് എന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ രസം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പഠിപ്പിച്ച് പറഞ്ഞിട്ടും പുള്ളി ഒന്നും മിണ്ടിയില്ല. പക്ഷെ പുള്ളി എനിക്ക് തോന്നിച്ചേറ്റ് ചെയ്തു വളരെ മാന്യമായിട്ട്. നിയമസഭയിൽ ഈ ചീഫ് പെർമനന്റില് എന്റെ സ്പീക്കർ അഭിപ്രായം ചോദിക്കുമ്പോൾ അഭിപ്രായം പറയുന്ന ആള് ഞാനാണ്. ഏതോ ഒരു സംഭവം അതിന്റെ പിറ്റേ ദിവസം സ്പീക്കർ ചോദിച്ചതും എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ ഏറ്റവും അഭിപ്രായം പറഞ്ഞു. ഉടനെ മുഖ്യമന്ത്രി എന്നാലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഭിപ്രായം ജോറി പറഞ്ഞതല്ല, പുള്ളി അങ്ങ് അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞതന്നെ പുള്ളി പറഞ്ഞു കാര്യം. പക്ഷേ ഗവൺമെന്റ് അഭിപ്രായം പുള്ളിയാ പറഞ്ഞത്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഇറങ്ങി നേരെ എന്റെ മുറി ചെന്നു. എന്നിട്ട് ഒരു രാജിക്കത്ത് എഴുതി മുഖ്യമന്ത്രിക്ക് എത്തിച്ചു കൊടുത്തു. അതോടെ സ്പീക്കർക്ക് എത്തിച്ചു കൊടുത്തു. ഞാൻ ഈ പണിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ മര്യാദ. അല്ലാതെ അതൊക്കെ അടിച്ചു പോകാൻ പാടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. രാജിക്കത്ത് കിട്ടിയപ്പോ വേറെ രാജിവെക്കേണ്ട കാര്യം ചേട്ടൻ വിഷമിക്കണം, രാജിവെക്കണം. ചേട്ടൻ അങ്ങനെ കമന്റ് പറഞ്ഞത് പിന്നെ ആ ടേപ്പ് കെട്ടിയായിരിക്കും ഞാനൊരു ചെറ്റയായി പോകും, എനിക്ക് പറ്റില്ല, സോറി, ഞാൻ രാജി പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം രാജിവെച്ച് നിങ്ങളുടെ പുറകെ പോയി ഇരുന്നു. പിന്നീട് സീറ്റ് കിട്ടിയിരുന്നു. പക്ഷെ അതിന്റെ പേര് ഞങ്ങൾ പിണങ്ങിയിട്ടില്ല ഒരിക്കലും. അങ്ങനെ പിണങ്ങും എന്തിന് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ 2011 ഗവൺമെന്റ് ഉണ്ടാവുമ്പോ മുഖ്യമന്ത്രി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഉമ്മൻചാണ്ടി എന്നെ മന്ത്രിയാക്കണമെന്ന് CJ ജോസഫിനോടും KM മാണിയോടും എന്റെ നിന്നെ വെച്ച് അഭ്യർത്ഥിച്ചതാണ്. മനസ്സിലായില്ല. അങ്ങനെ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു സാക്ഷിയോടല്ല അവിടെ തെളിവ് പറഞ്ഞു. അപ്പൊ പാർട്ടി ഞങ്ങൾ 2 മതി എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് 2 മതി തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളായ. പക്ഷെ അന്ന്
ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ മന്ത്രിയാക്കണം ആഗ്രഹിച്ച് പ്രകടിപ്പിച്ചവരാ. ഞാൻ പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് ഒരു നല്ല മനുഷ്യനെന്നല്ല, എനിക്ക് വ്യക്തിയായിട്ട് ഒരു ശത്രുത എന്നോടില്ല, എനിക്കും ഇല്ലെന്നത് തെളിയാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലെ തന്നെ ഞാൻ ചെയ്യട്ടെ, ലോകത്തൊരു നേതാവ് ചെയ്യാത്ത, ഒരു ഭരണാധികാരി ചെയ്യാത്തതാണ് ജനസമ്പർക്ക പരിപാടി. ആ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് പാവങ്ങളുടെ വർഷങ്ങളായി കിടക്കുന്ന തീരാതെ കിടന്ന പല കേസുകളും തീർത്തെടുത്തു. അത് അന്ന് ജനസമ്പർക്കത്തിൽ അദ്ദേഹം പോകുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞൊന്നും, ഞാൻ പല ജില്ലയിലും 7 or 8 ജില്ലയിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം പോയി. മുഴുവൻ ഉറങ്ങാത്ത ഓട്ടമല്ലായിരുന്നു അദ്ദേഹം. മുഴുവൻ പേരെ രാത്രി 3 മണിക്കാ പത്തനംതിട്ട തീർത്തത്. ഇരുന്ന് മുഴുവൻ പേരെ കണ്ടിട്ടേ പുള്ളി പോയിട്ടുള്ളൂ. അത് മുഴുവൻ അവിടെ തീർക്കാൻ പറ്റാത്തതല്ല, സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി അതിന് മുഴുവൻ മറുപടിയും കൊടുത്ത് ഞാനും എന്നെ സഹായത്തിന് വിളിച്ച് ഞാനും കൂടി കൊടുത്തോണ്ട് ഞാൻ പറയാൻ കാരണം, അങ്ങനെ വളരെ മാന്യമായി ഒരു പുതിയ ഭരണ സംവിധാനം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, കാരണം അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഓടുന്നയാളാണ്, അങ്ങേർക്ക് അറിയാൻ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പരിഹരിച്ച ആളാണ്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് അദ്ദേഹത്തിന് കുടുംബത്തിന് വലിയ നഷ്ടമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒരു അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് സന്തോഷം. പക്ഷെ വേറെ കാര്യമുണ്ട്, അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും, ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ വീടുണ്ട് എങ്കിലും എല്ലാ ശനിയാഴ്ച അദ്ദേഹം ഇവിടെ പുതുപ്പള്ളിയിലെത്തും. പുതുപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അവിടെ വന്നിട്ട് രാത്രി വന്നിട്ട് രാവിലെ നേരെ പോയി പള്ളിയിൽ പോയി കുർബാന കാണും. ആ സെന്റ് ജോർജിന്റെ വലിയ സെന്റ് ജോർജ് ഭക്തനായിരുന്നു അദ്ദേഹം അവിടെ സെന്റ് മേരീസിന്റെ മാതാവിന്റെ ആ കുർബാന കണ്ട് വരുമ്പോഴത്തേക്കും ജനം റോഡും വീടും നിറഞ്ഞിരിക്കും. അവിടെ ഇറങ്ങി വന്ന് അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെ പ്രശ്നം പരിഹാരം ഉണ്ടാക്കി സന്തോഷമായിട്ട് അദ്ദേഹം തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് പൊക്കോണ്ടിരുന്നത്. അല്ല എങ്ങോട്ടാണ് യാത്ര, അങ്ങോട്ട് പോകുമായിരുന്നു. ഈ ഒരു നേതാവിനെ എവിടെ കിട്ടാനാണ്? ഞാൻ പറയാം, ഒരു സംശയമുണ്ട്, ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിന് അപ്പുറത്ത് എങ്ങനെ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞെന്ന് എനിക്ക് അത്ഭുതം. അദ്ദേഹം KSUവിൽ എന്നയാളെ ഞാനിപ്പോൾ നോക്കുന്നത്, KSUവിന് നേതാവായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് ഞാൻ പഠിക്കുമ്പോൾ അവിടെ വന്ന് പ്രസംഗിക്കാൻ എറിഞ്ഞ് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു ഞങ്ങള്. അതിനകത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കൊടുത്ത ഞങ്ങള്. ഞാൻ അതിന് മിന്നെ നിന്നയാളാ, ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പല ചേട്ടൻ ഞാൻ ചിരിച്ചിട്ടുണ്ട് അത് പറഞ്ഞ് അന്നത്തെ സംഘർഷം. അങ്ങനെ ഒത്തിരി സംഭവം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഏതായാലും അദ്ദേഹം, ഞാൻ MLA ആയിരിക്കും, ഞാനിപ്പോ MLA ആയിരിക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോകാറില്ല, ഫോണിൽ വിളിക്കുള്ളൂ. ഉമ്മൻചാണ്ടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിന് വന്ന് SIയുടെ ക്വാർട്ടേഴ്സിൽ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഞാനത് കോളേജ് പഠിക്കുന്ന സമയമാണ് അദ്ദേഹം അവിടെ അദ്ദേഹം വരുന്ന സംസാരിക്കുക. അത് ഇത്രയും എളിമയും ലാളിത്യമുള്ള ഒരു മനുഷ്യൻ എവിടെ കിട്ടാന്? അതാണ് ഭയങ്കരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ ഒരു ജീവിതം ഇനി ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട. അത് കണ്ടു മരിച്ചാൽ എനിക്ക് പോലും പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഏതായാലും നമ്മുടെ നാടിനാണ് നഷ്ടം, രാജ്യത്തിനാണ് നഷ്ടം, അല്ലാതെ കുടുംബത്തിനല്ല. സത്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നത് ആരോട് ദുഃഖം രേഖപ്പെടുത്തേണ്ടത്? ദുഃഖം നമ്മളോട് തന്നെ നമുക്ക് ദുഃഖം രേഖപ്പെടുത്തേണ്ട സാഹചര്യം. വീടുകാരോട് ദുഃഖം രേഖപ്പെടുത്തിയാൽ അവരെയൊക്കെ ദുഃഖിക്കുന്നവരായി ജനങ്ങള്, അവരെ പോലെയോ അവരെയൊക്കെ കൂടുതൽ ദുഃഖിക്കുന്ന എത്രയോ അമ്മമാർ ഈ കേരളത്തിലുണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ദുഃഖിക്കുന്ന വേദനിക്കുന്ന നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേടാം. അദ്ദേഹത്തെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിട്ടുണ്ട്, ഒരു സംശയമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം.